അൽ മർഅതു ഇദാ സല്ലത്ത് ഖംസഹാ, ഒരു പെണ്ണ് 5 വക്ത് നിസ്കാരം നിസ്കരിച്ചു, സുന്നത്തൊന്നും തങ്ങൾ എണ്ണിയില്ല, 5 വക്ത് നിസ്കാരം. വസ്വാമത്ത് ശഹ്റഹാ, റമളാൻ മാസം നോമ്പ് നോറ്റു, സുന്നത്ത് നോമ്പും അവിടെ എണ്ണിയിട്ടില്ല കേട്ടോ. വഅഹ്സനത്ത് ഫർജഹാ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മൂന്നാമത്തത് സ്വകാര്യത കാത്തു സൂക്ഷിച്ചു. സ്വകാര്യത മറ്റുള്ളവർക്ക് പണയം വെച്ചില്ല. ഇവിടെ ഭക്ഷണവും ഇവിടെ താമസവും തന്റെ സ്വകാര്യതയും തന്റെ പ്രേമവും വേറൊരാളോട്. മക്കള് 3 എണ്ണമായി 4 എണ്ണമായി 5 എണ്ണമായി. എത്ര ഇടങ്ങേറാ സഹോദരങ്ങളെ സൃഷ്ടിക്കുന്നത്. ഇവിടെ എല്ലാ ചെലവും ഭക്ഷണവും മറ്റുമൊക്കെ. പക്ഷേ സ്വന്തം ശരീരത്തിന്റെ സ്വകാര്യത മറ്റുള്ളവർക്ക് സമർപ്പിക്കുന്ന ഒരു പെണ്ണ്, ആ പെണ്ണ് നല്ല പെണ്ണല്ല, ആഖിറത്തിൽ രക്ഷപ്പെടുന്ന പെണ്ണല്ല. നിസ്കാരവും നോമ്പും പറഞ്ഞു മൂന്നാമത് എണ്ണിയത് നോക്ക് നിങ്ങള്. വഹസനത്ത് ഫർജഹാ, സ്വകാര്യത കാത്തു സൂക്ഷിച്ചു, പരിരക്ഷിച്ചു. വഅത്വഅത്ത് ബഅലഹാ, ഭർത്താവിനെ അനുസരിച്ച് ജീവിച്ചു. ഭർത്താവ് എല്ലാ നിലക്കും ചെലവ് കൊടുക്കുന്നുണ്ട്, സൂക്ഷിക്കുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഭർത്താവ് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാൽ മതി, മാറ്റി പുറത്തിറങ്ങിപ്പോയി തന്റെ ആവശ്യങ്ങളും താല്പര്യങ്ങളും യാത്രകളും മറ്റുമൊക്കെ നിർവഹിച്ച് പോകേണ്ടിടങ്ങളിലൊക്കെ പോയി കാണേണ്ടവരൊക്കെ കണ്ട് അതിനൊക്കെ ഫ്രീഡം എനിക്കുണ്ട് എന്നൊക്കെ വാദിച്ച് വേണമെങ്കിൽ അതിനേതെങ്കിലും ഒരു സപ്പോർട്ടും സ്ഥാപിച്ച് അങ്ങനെ ജീവിക്കുന്ന പെണ്ണിനെ പറ്റിയല്ല പറഞ്ഞത്. ഭർത്താവിന് അനുസരിച്ചുകൊണ്ട് ജീവിച്ചു. ഖൈറായ ഏത് മേഖലയിലും അനുസരിക്കണം. ഇസ്ലാം ദീന് വിലക്കിയ ഒരു കാര്യങ്ങളും അനുസരിക്കാൻ പാടില്ല. ഇസ്ലാം അനുശാസിക്കുന്ന അംഗീകരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അനുസരിക്കണം. ഫൽതദ്ഖുൽ മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശാഅത്ത്, ആ പെണ്ണിന് സ്വർഗ്ഗത്തിന്റെ ഏത് കവാടത്തിലൂടെയും പ്രവേശിക്കാം. ഏത് കവാടവും ആ പെണ്ണിന് തുറക്കപ്പെടും. ഈ 4 സ്വഭാവങ്ങളുള്ള പെണ്ണിന് ഉമ്മമാരെ നിസ്കാരം മാത്രം പോരാ, നോമ്പ് മാത്രം പോരാ, സ്വകാര്യത പരിരക്ഷിക്കുന്ന സ്വഭാവം വേണം.